ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് അൽഷിമേഴ്സ് ഡിസീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സിനെ കുറിച്ചാണെങ്കിൽ ഇന്ന് അൽഷിമേഴ്സ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അസറ്റൈൽ കോളിൻ കൂടുകയും കൂടാതെ തന്നെ ഡോപ്പമിൻ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ അസറ്റൈൽ കോളിൻ കുറയുക ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ? അൽഷിമേഴ്സ് ഡിസീസ്. സോ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ്? പതുക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പതുക്കെ ഇങ്ങനെ കൂടി വരുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവായ, അതായത് ന്യൂറോൺസിനെയൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അൽഷിമേഴ്സ് ഡിസീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? അസറ്റൈൽ കോളിൻ കുറയുക ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബ്രെയിനിലുള്ള റീജിയൻ രണ്ട് റീജിയനാണ്, കോർട്ടിക്കലും അതേപോലെ തന്നെ സബ് കോർട്ടിക്കൽ റീജിയൻസ്. ഇവിടെ അട്രോപ്പി സംഭവിക്കുക ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ഇത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ ബീറ്റ അമിലോയിഡ്സ് പ്രോട്ടീൻസ് വന്നിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുക ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എക്സ്ട്രാ സെല്ലുലാർ പ്ലേക്ക് ഫോമിൽ ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫൈബ്രിലാർ ടാങ്കിൾസ് ഓഫ് ടോ പ്രോട്ടീൻസ്. സോ എന്താ ഇവിടെ പറ്റുന്നത്? നമ്മളിപ്പോൾ ജിലേബിയിലൊക്കെ ഇങ്ങനെ ടാങ്കിളായിട്ട് കിടക്കില്ലേ, അതേപോലെ ഇവിടെ ഇങ്ങനെ ടാങ്കിളായിട്ട് കിടക്കുന്ന, കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് പോലെ ഇവിടെ വരുന്നത്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് കോളിനർജിക് റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിട്ടില്ല. ഇനി ഈ പറയുന്ന അൽഷിമേഴ്സ് കൂടുതലും വരുന്നത് പ്രായമായിട്ടുള്ള ആളുകൾക്കാണ്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. പിന്നെ ഇവിടെ ബീറ്റ അമിലോയിഡ് പ്രോട്ടീൻസിൻ്റെ അക്യുമുലേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ടോ പ്രോട്ടീൻസ് കാരണം ഇവിടെ ഒരു കെട്ടിപ്പിണഞ്ഞ് കിടക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രായമായിട്ടുള്ള ആളുകളിൽ ആണ്. ഇവിടെ കോളിനർജിക് ഡെഫിഷ്യൻസി ബ്രെയിനിൽ കോസ് ചെയ്യുന്നുണ്ട്. ഫൈൻ. അപ്പം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് നമ്മൾ ചിലപ്പോൾ മറന്നൊക്കെ പോകില്ലേ കാര്യങ്ങൾ, അത് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ കോളിനർജിക് ഡെഫിഷ്യൻസി ഉണ്ട്. അതേപോലെ തന്നെ ബീറ്റ അമിലോയിഡ്സ് കൂടുതലായിട്ട് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മേ ബി ഒരു റീസൺ ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 3 വരുന്ന ആദ്യത്തെയാണ് കോളിനർജിക് ആക്ടിവേറ്റേഴ്സ്. ഏതൊക്കെയാ? റിവാസ്റ്റിഗ്മിൻ, ഡോണിപെസിൽ, ഗാലക്ടമിൻ. ഓക്കെ, ഇതെന്താണ്? ഡോപ്പിമിൻ കോളിനർജിക് ആക്ടിവേറ്റേഴ്സ് ആണ്. റിവാസ്റ്റിഗ്മിൻ, ഡോണിപെസിൽ, ഗാലക്ടമിൻ. ഓക്കെ, അടുത്തയാണ് ഗ്ലൂട്ടാമേറ്റ് അന്റഗോണിസ്റ്റ് അഥവാ NMDA. നമുക്ക് പറയാം കേട്ടോ. ഇവിടെ അന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അൽഷിമേഴ്സ് ഉള്ള പേഷ്യൻറ്റിന് ഒരുപാട് ഗ്ലൂട്ടാമേറ്റ് വന്ന് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. പക്ഷേ ഗ്ലൂട്ടാമേറ്റ് എത്രയും അക്യുമുലേറ്റഡ് ആവുന്നത് വേണോ? വേണ്ട. അപ്പം ഗ്ലൂട്ടാമേറ്റ് അന്റഗോണിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നതാണ് മെമെൻറ്റിൻ. മിസലേനിയസ് ഡ്രഗ്സ് ആയിട്ട് വരുന്നതാണ് പിറാസെറ്റം, ജിങ്കോ ബിലോബ, പിന്നെ പിറിറ്റിനോള്, ഡൈഹൈഡ്രോ എർഗോറ്റമീൻ, കിറ്റിക്കോളിൻ, പിരിബെഡിൽ. ഇത്രയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പം പഠിക്കാനുള്ളത് നമ്മുടെ കോളിനർജിക് ആയിട്ടുള്ള ആക്ടിവേറ്റേഴ്സ് ആണ്. അതിനകത്ത് ആരാ പഠിച്ചത്? റിവാസ്റ്റിഗ്മിൻ, ഡോണിപെസിൽ, ഗാലക്ടമീൻ. റിവാസ്റ്റിഗ്മിൻ, ഡോണിപെസിൽ, ഗാലക്ടമീൻ, റിവാസ്റ്റിഗ്മിൻ, പിന്നെ ഡോണിപെസിൽ ആൻഡ് ഗാലക്ടമീൻ. ഈ 3. അടുത്തെയാണ് നമ്മൾ റിവാസ്റ്റിഗ്മിൻ്റെ മെക്കാനിസം പറയുന്നത്. റിവാസ്റ്റിഗ്മിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് പോയി. അപ്പം ഇവൻ ആലോചിക്കുവാണ് എങ്ങനെയാണ് ഇവൻ്റെ പ്രധാന ജീവിത ലക്ഷ്യമായിട്ടുള്ള എന്താണ് ഇവൻ്റെ ലക്ഷ്യം?
ഇവൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ട്, അൽഷിമേഴ്സ് ഡിസീസ് എങ്ങനെയെങ്കിലും മാറ്റണം. അപ്പം ഇരുന്ന് ആലോചിക്കുക എന്തുകൊണ്ടാണ് അൽഷിമേഴ്സ് ഡിസീസ് വന്നതിൻ്റെ കാരണം അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഭയങ്കരമായിട്ടും കുറയുന്നതുകൊണ്ടാണ്. അപ്പം ഒരു വലിയൊരു ഇപ്പം ഇവൻ ആലോചിച്ചപ്പോഴത്തേക്കും ഇവനും ഇവൻ്റെ ഫിയാൻസിയും കൂടി ഉണ്ട്. അപ്പം ഫിയാൻസി എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു സാമ്പത്തിക കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് പൈസ ചിലവാക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഇവൻ നോക്കിയപ്പോഴത്തേക്കും KSEB എന്ന ബില്ലുണ്ട്, അല്ലാതെ വാട്ടറിൻ്റെ ബില്ലുണ്ട്, എങ്കിലും ഒരു ലിമിറ്റ് വേണ്ടേ. ഇത് ഒരുപാട് ബില്ല് വന്നപ്പോഴാണ് ഇവന് മനസ്സിലായത് ഈ പറയുന്നതിന് ഉത്തരവാദി ആരാണ്? ഫിയാൻസി. അപ്പം ആലോചിച്ചു പൈസ പോകുന്നത് തടയാനുള്ള വഴി ആലോചിക്കണം. വഴിയെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഭാര്യയെ ഒന്ന് മീൻസ് ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഒന്ന് തളയ്ക്കണം. അപ്പം അവൻ എന്ത് കണ്ടെത്തി? ഉടനെ പോയി അവളെ വിവാഹം കഴിച്ചു. അല്ലെങ്കിൽ വേണ്ട ഇനി മുതൽ റിലേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ബ്ലോക്ക് ചെയ്ത് നിർത്താൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റിവാസ്റ്റിക്മിൻ പോയി നമുക്ക് അസറ്റൈൽ കോളിൻ ACH ഇവിടെ കുറയുകയോ ചെയ്യുന്നത്. ACH കുറയാനുള്ള കാരണം എന്തോന്നാണ്? അസറ്റൈൽ കോളിൻ അസറ്റേറ്റായിട്ട് കോളിനുമായിട്ട് മാറുന്നത് കൊണ്ടാണ്. അതിന് കാരണക്കാരി ആരാണ്? കോളിനെസ്ട്രേസ്. ഇപ്പോൾ റിവാസ്റ്റിക്മിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ഉടനെ തന്നെ പോയി കോളിനെസ്ട്രേസിനെ പോയി ബൈൻഡ് ചെയ്യുന്നത് വഴി അസറ്റൈൽ കോളിൻ അസറ്റേറ്റ് ആയിട്ടും കോളിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ എന്ത് പറ്റി? അൽഷിമേഴ്സ് ഡിസീസ് കുറച്ചും കൂടി പേഷ്യൻറ്റിന് റിലീവ് ഔട്ട് ആക്കാനായിട്ട് പറ്റി. ഓക്കെ, ഇതേപോലെ തന്നെ റിവാസ്റ്റിക്മിന് ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ, കൺഫ്യൂഷൻ, ഡിമിനേഷ്യ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവറും ഈ റിവാസ്റ്റിക്മിന് ഉണ്ട്. പൊതുവെ കാണുന്ന ADR എന്താണ്? നോസിയ, പിന്നെ ഡയറിയ. ഇവിടെ ഡയറിയാണ് വരുന്നത് ആർക്ക്? റിവാസ്റ്റിക്മിൻ്റെ കേസിൽ. ബ്രാഡികാർഡിയം, അനോറക്സി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ റിവാസ്റ്റിക്മിൻ നമ്മൾ കുറച്ചൊരു മൈൽഡ് മുതൽ മോഡറേറ്റ് അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള ക്ലയൻസിനാണ് കൊടുക്കാറ്. കുറച്ചൊക്കെ പ്രശ്നമുള്ള പേഷ്യൻസിന് നമ്മൾ റിവാസ്റ്റിക്മിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളല്ല, അതിന് ന്യൂറോളജിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളവിടെ ന്യൂറോ ഐ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യങ്ങൾ അറിയണ്ടേ, അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നത്. അടുത്തയാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ കോളിനർജിക് ആക്ടിവേറ്റേഴ്സ് ആയിട്ടുള്ള റിവാസ്റ്റിക്മിനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ ഡോണിപെസിൽ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇതിനകത്ത് നമ്മൾ NMDA അതായത് ഗാലക്ടമീൻ അൻറ്റഗോണിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അൻറ്റഗോണിസ്റ്റ്. അപ്പം എന്താണ് പ്രശ്നം? നമ്മുടെ അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് ഗാലക്ടാമീൻ ഭയങ്കരമായിട്ടും കൂടും. ആ കൂടുന്ന നല്ലതാണോ? വേണ്ട, എങ്ങനെയെങ്കിലും ഞാൻ അതിനെ കുറയ്ക്കും എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ NMDA എങ്ങനെയാണ്? ഗ്ലൂട്ടാമേറ്റ് NMDA ആയിട്ട് ബൈൻഡ് ചെയ്യും. ഗ്ലൂട്ടാമേറ്റ് NMDA റിസെപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം നമുക്ക് എന്താണ് വേണ്ടുന്നത്? NMDA അൻറ്റഗോണിസ്റ്റ്. പൊതുവേ നടക്കുന്ന കാര്യങ്ങൾ NMDAയും എപ്പോഴും ഇവിടെ ഗ്ലൂട്ടാമേറ്റ് NMDA തമ്മിലൊരു നല്ലൊരു കണക്ഷനാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇവന്മാർ രണ്ട് ദുഷ്ടന്മാരും കൂടി നടന്നു കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാക്കൂലേ. അപ്പം എങ്ങനെയെങ്കിലും ഇവന്മാരെ കുറയ്ക്കണം. അതിനാണ് നമ്മൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടുള്ള അൻറ്റഗോണിസ്റ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എന്തായിരുന്നു? മെമെൻറ്റിൻ. ഓക്കെ, സോ ഈ പറയുന്നവൻ പോയി ഗ്ലൂട്ടാമേറ്റ് പോയി NMDA റിസെപ്റ്റേഴ്സുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവും. ഇങ്ങനെ സംഭവിക്കുന്നത് വഴി നമ്മുടെ നെർവ്സിന് ഒരുപാട് എമൗണ്ട് ഓഫ് കാൽഷ്യം കിട്ടും. മൈ ഗോഡ്, നെർവ്സിന് ഒരുപാട് എമൗണ്ട് ഓഫ് എന്ത് കിട്ടും? കാൽഷ്യം കിട്ടും. അത് എന്തിന് കാരണമാവും? എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് ടോക്സിസിറ്റി ഉണ്ടാവും. ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ അത് ടോക്സിക് ആവും. ടോക്സിസിറ്റി ഇതാ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ടോക്സിസിറ്റി, അതായത് ഈ പറയുന്ന ഗ്ലൂട്ടാമേറ്റ് പോയി NMDA ആയിട്ട് കൂട്ടുകൂടി
കാൽഷ്യം കൂടുതലായി, ഈ കാൽഷ്യം നെർവിൽ പോയി എക്സൈറ്റോടോക്സിറ്റി ഉണ്ടാക്കി. മൈ ഗോഡ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട. അതിനല്ലേ നമ്മുടെ നായകനുള്ളത് മെമെൻറ്റിൻ. മെമെൻറ്റിൻ എന്ത് ചെയ്യും? ഈ ഗാലക്റ്റാമിനും NMDAയും ബൈൻഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി എന്ത് പറ്റും? എക്സൈറ്റോടോക്സിസിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നെർവ് അങ്ങനെ ഡാമേജ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും? മെമെൻറ്റിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞുള്ള യൂസ് എന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടാമേറ്റ് പോയി NMDA ആയിട്ട് ബൈൻഡ് ചെയ്യില്ല. ബൈൻഡ് ചെയ്യാത്തത് വഴി കാൽഷ്യം ചാനൽ ഓപ്പൺ ആവൂല. ഒരുപാട് കാൽഷ്യം പോയിട്ട് എക്സൈറ്റോടോക്സിറ്റി ഉണ്ടാക്കൂല. നെർവ് ഡാമേജ് സംഭവിക്കുമോ? ഇല്ല, സംഭവിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന NMDA ഗ്ലൂട്ടാമേറ്റ് ചേർക്കരുത്. നോ വേ. അതേപോലെ തന്നെ ആൻറ്റി കോളിനെസ്ട്രേസിന് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം. അപ്പം കോളിനർജിക് ആക്ടിവേറ്റേഴ്സ് ഉണ്ട്, എങ്ങനെയെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കേണ്ടവയുണ്ട്. കൂടാതെ തന്നെ NMDA അതായത് ഗ്ലൂട്ടാമി റിസെപ്റ്റേഴ്സ് ആൻറ്റഗോണിസ്റ്റും ഉണ്ട്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ മെമെൻറ്റിൻ. ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സിവിയർ മുതൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ടു സിവിയർ അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള പേഷ്യൻസിനും കൊടുക്കാറുണ്ട്. ഡിംനേഷ്യയ്ക്കും കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അടുത്തയാണ് പിരിത്തയോസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആ വാക്ക്, പിരിത്തയോസിൻ. ഇവൻ വരുമ്പോഴത്തേക്കും ഇവൻ എന്ത് വിചാരിക്കും? ഒരു കാര്യം ചെയ്യാം, അൽഷിമേഴ്സ് മെമ്മറിയുടെ പ്രശ്നമുള്ള പേഷ്യൻറ്റിന് കുറച്ചങ്ങ് മെമ്മറി ടെസ്റ്റ് ചെയ്യാം. ഈ മെമ്മറി ആരൊക്കെയും ഓർമ്മയില്ല എന്ന് പറയുമ്പം അവർ പറയില്ലേ, ഞാനൊന്ന് മെമ്മറി ചെക്ക് ചെയ്യട്ടെ. അതേപോലെ തന്നെ കൂടുതൽ മാക്സിമം എമൗണ്ട് ഓഫ് ബ്ലഡ് സപ്ലൈ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡ്രഗ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇറ്റ് സെലക്റ്റീവ്ലി ആക്ടിവേറ്റ് സെറിബെല്ലാർ metabolism by selectively increasing the blood flow across the blood-brain barrier. blood-brain barrier പുറത്തോട്ട് നല്ല രീതിയിൽ ബ്ലഡ് പോകാനായിട്ട് പറ്റും. അങ്ങനെ വഴി റീജണൽ ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇൻഫൻസിനും കുഞ്ഞുങ്ങൾക്കൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം വന്ന ഡിംനീഷ്യ വരുന്ന പേഷ്യൻസിനൊക്കെ ഈ പറയുന്ന ഡ്രഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആലോചിക്കണോ ആ ഡ്രഗ് എന്താണ്? ഏത് ഡ്രഗാണ്? പിരിത്തയോസിൻ. പിന്നെ യൂസ്ഡ് ഫോർ കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറച്ച് കൂട്ടാനായിട്ട്, മെമ്മറി കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കോൺസെൻട്രേഷൻ കൂട്ടാൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, മെമ്മറി ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ പറയുന്ന ഇതിനൊക്കെയാണ് യൂസ്. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ ടോപ്പിക്കായിരുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാവുന്നതൊക്കെ ഉള്ളൂ. See you in the next video. പഠിച്ചിട്ട് പറഞ്ഞോട്ടോ.